ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ WCPOൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വെയിറ്റ് ചെയ്ത് നമ്മുടെ ഫിസിക്കലിനൊക്കെ എപ്പോഴാണെന്നൊക്കെ നോക്കിയിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ WCPOൻ്റെ എക്സാം നോക്കുകയാണെങ്കിൽ നമ്മുടെ CPOനെ അപേക്ഷിച്ച് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു എക്സാം തന്നെയായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കുന്നത് ആ ഷോർട്ട് ലിസ്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഫിസിക്കലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ, അതായത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന WCPO എക്സാം കാറ്റഗറി നമ്പർ 543/2023 ഈ എക്സാം നടന്നത്. ജൂൺ മാസമായിരുന്നു ഈ എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത്. അതായത് നമ്മുടെ CPOയും ഏകദേശം ഈ ഒരു ജൂൺ മാസത്തിൽ തന്നെയായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ്, നമ്മുടെ CPOൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഏകദേശം ഒക്ടോബർ ആ സമയത്ത് തന്നെ പബ്ലിഷ് ചെയ്ത സമയത്ത് ഈ ഒരു WCPOൻ്റെ ഷോർട്ട് ലിസ്റ്റ് കുറേ വൈകി ജനുവരി മാസത്തിലായിരുന്നു ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരുന്നത് 57.67 മാർക്കാണ് ഈ ഒരു WCPOൻ്റെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് മാർക്കിൽ നമ്മുടെ ഒരു സ്റ്റേറ്റ് ലിസ്റ്റാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ മറ്റ് CPO ലിസ്റ്റുകൾ അത് ബറ്റാലിയൻ ബേസ് ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കോമ്പറ്റീഷൻ ഈ ഒരു WCPOയിൽ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് 57 ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ലിസ്റ്റിൽ 858 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഈ ഒരു കട്ട് ഓഫിൽ ഉൾപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഏകദേശം 558 പേരെയും PSC ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടോട്ടലായിട്ട് ആകെ 1446 പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് 1446 പേരുടെ ലിസ്റ്റാണ് PSC പബ്ലിഷ് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെൻസിനെ പോലെ തന്നെ 8 ഐറ്റംസാണ് ഇതിലുള്ളത്. അതിൽ 8 ഐറ്റംസിൽ 5 ഐറ്റമാണ് പാസ്സാവേണ്ടത്. അതിൽ ആദ്യത്തെ ഐറ്റമാണ് നമ്മുടെ 100 മീറ്റർ റൺ എന്ന് പറയുന്നത്. മെൻസിൽ ഇത് 14 സെക്കൻഡ് ആണെങ്കിൽ വുമൻസിൽ ഇത് 17 സെക്കൻഡായിട്ട് 17 സെക്കൻഡായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഹൈ ജമ്പാണ്. ഹൈ ജമ്പ് 1.06 മീറ്റേഴ്സാണ് ചാടേണ്ടത്. അതുപോലെ തന്നെ അടുത്തത് ലോങ് ജമ്പാണ്. ലോങ് ജമ്പ് നമ്മുടെ 3.05 മീറ്റേഴ്സാണ് ചാടേണ്ടത്. അതുപോലെ തന്നെ അടുത്തത് ഷോർട്ട് പുട്ടാണ്. ഷോർട്ട് പുട്ട് 4 കിലോ വരുന്ന ഷോർട്ട് പുട്ട് 4.88 മീറ്റേഴ്സാണ് നമ്മൾ എറിയേണ്ടത്. അതുപോലെ തന്നെ അടുത്തത് ഇല്ലാത്തത് അതുപോലെ തന്നെ വുമൻസിലുള്ളതുമായ ഒരു ഐറ്റമാണ് 200 മീറ്റർ റൺ എന്ന് പറയുന്നത്. അത് 36 സെക്കൻഡിലാണ് നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ത്രോയിങ് ദി ത്രോ ബോളാണ്. അത് നമുക്ക് 14 മീറ്റേഴ്സാണ് നമ്മൾ എറിയേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഷട്ടിൽ റേസാണ്. ഷട്ടിൽ റേസ് നോക്കുകയാണെങ്കിൽ 25x4 മീറ്റേഴ്സാണ്. അത് നമ്മൾ 26 സെക്കൻഡിലാണ് നമ്മളത് ഫിനിഷ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്കിപ്പിംഗ് ആണ്. സ്കിപ്പിംഗ് എന്ന് പറയുന്നത് 1 മിനിറ്റിൽ 80 ടൈംസ്, അത് 80 ടൈംസ് 1 മിനിറ്റിൽ നമ്മൾ ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം എന്താ പറയുക കടുപ്പുള്ള തന്നെയാണ് ഈ ഒരു ഐറ്റംസൊക്കെ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ തന്നെ തുടങ്ങി നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഓക്കെ ആക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസാണ് നമ്മുടെ ഷോർട്ട് പുട്ട് എന്ന് പറയുന്നത്. നമ്മൾ മെല്ലെ എറിഞ്ഞ് നമ്മൾ ഒരു ദിവസം 2 പ്രാവശ്യം അല്ലെ അങ്ങനെ 1.5 ഇടവിട്ടൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ച് ആ ഒരു ഫിസിക്കലാവുന്ന സമയത്ത് ഓക്കെ ആക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ത്രോയിങ് ദി ത്രോ ബോൾ എന്ന് പറയുന്നത്. അത് അത്യാവശ്യം നമുക്ക് പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ ബോൾ ത്രോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് ഓക്കെ ആക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അടുത്തതായിട്ട് മൂന്നാമത് വരുന്ന ഒരു ഐറ്റമാണ് സ്കിപ്പിംഗ് എന്ന് പറയുന്നത്. സ്കിപ്പിംഗ് എന്തായാലും നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ ഈ 80 ടൈംസ് 1 മിനിറ്റിൽ ഓക്കെ ആക്കാവുന്നതാണ്. ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്കത് ഓക്കെ ആക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ 3 ഐറ്റമാണ് നമുക്ക് ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് മെല്ലെ നമുക്ക് ഓക്കെ ആക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മറ്റ് 3 ഐറ്റമാണ് നമ്മുടെ 100 മീറ്റർ റൺ, അതുപോലെ തന്നെ നമ്മുടെ 200 മീറ്റർ റൺ, അതുപോലെ തന്നെ ഷട്ടിൽ റേസ് എന്ന് പറയുന്നത്. ഈ 3 ഐറ്റവും നമ്മൾ ഇപ്പോൾ തന്നെ മെല്ലെ ഓടി ആ ഒരു സ്റ്റാമിനയും മെല്ലെ കീപ്പ് ചെയ്ത് നമ്മുടെ സ്പീഡൊക്കെ ഓക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ ഈ ഒരു 3 ഐറ്റം എന്ന് പറയുന്നത്. അതായത് 100 മീറ്റർ റണ്ണ്, 200 മീറ്റർ റണ്ണ്, അതുപോലെ തന്നെ നമ്മുടെ ഷട്ടിൽ റേസ്. അത്യാവശ്യം റണ്ണിങ് ഒക്കെ ഓക്കെ ആയ ഒരാളിൽ ഇത് അത്യാവശ്യം നമുക്ക് കിട്ടാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ 3 ഐറ്റം എന്ന് പറയുന്നത്. ഇനി അത്യാവശ്യം ടഫായിട്ടുള്ള 2 ഐറ്റമാണ്. ഒന്ന് ലോങ് ജമ്പ്, അതിൽ തന്നെ ഏറ്റവും ടഫാണ് ഹൈ ജമ്പ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഞാൻ മുമ്പ് ഫിസിക്കലിനൊക്കെ പോകുന്ന സമയത്ത്, പ്രാക്ടീസിന് പോകുന്ന സമയത്ത് അവിടെ വുമൻസും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് അവർ ഒഴിവാക്കി കളയുന്ന ഐറ്റമാണ് നമ്മുടെ ഹൈ ജമ്പ് എന്നൊക്കെ പറയുന്നത്. എന്നാലും അത്യാവശ്യം നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ അത്യാവശ്യം ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് അത് ഒരു പുതിയതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ അതിൽ പാസ്സാവുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റിലുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല മാർക്കുണ്ട്, CPOയിൽ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഫിസിക്കലിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുക.
PSC ആണ് എപ്പോഴാണ് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്, എപ്പോഴാണ് ഫിസിക്കൽ വിളിക്കുന്നത്, അതൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം ഐറ്റംസ് ഒന്നും നോക്കാതെ അത്യാവശ്യം ജസ്റ്റ് ഈ ഒരു എന്താ പറയുക, നമുക്ക് ഇതിനുള്ള നമ്മളെ ഫിറ്റ്നസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ സ്കിപ്പിംഗ് ഒക്കെ നമുക്ക് ഇപ്പോഴേ ചെയ്യുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. കാരണം നമ്മളതിൽ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. അത് നമ്മളുടെ ഒരു സ്കില്ലായിട്ട് മാറുകയും ചെയ്യും ഭാവിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയാണ് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ.